അനിശ്ചിതത്വങ്ങൾക്കിടയിൽ തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ചെന്നൈ ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 6 മന്ത്രിമാരും വിജയ്ക്കൊപ്പം ചുമതലയേൽക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കും. സുചന്ദ്രൻ വിവരങ്ങളുമായി നമുക്കിപ്പം ചെന്നൈയിൽ നിന്നും തത്സമയമുണ്ട്. സുചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. നീണ്ടുനിന്ന നാടകീയ സംഭവങ്ങൾക്കൊക്കെയും ഒടുവിൽ ജോസഫ് വിജയ് ഇന്ന് തമിഴകത്തിന്റെ മുഖ്യമന്ത്രിയായി, തമിഴകത്തിന്റെ തലൈവനായി ഇന്നിപ്പോ ചുമതലയേൽക്കാൻ പോവുകയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങൊക്കെ ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞോ? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സെൻറ് തോമസ് ഫോർട്ടിൻ്റെ തമിഴ്നാട് സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാനുള്ളത്. ഈ വളവ് തിരിഞ്ഞാൽ തമിഴ്നാട് സെക്രട്ടേറിയറ്റാണ്. അവിടെ ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കൊക്കെ നടക്കുകയാണ്. രാവിലെ തന്നെ മാധ്യമപ്രവർത്തകരുടെ വലിയ നിര അവിടേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെ തമിഴ്നാടിൻ്റെ ചരിത്രത്തെ വേണമെങ്കിൽ നമുക്ക് ബൃഹത്തായി 3ആയി തിരിക്കാം എന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ. 2026 മെയ് 10 ഇന്ന് ജോസഫ് വിജയ് ഇതാ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി. ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് 67 CN അണ്ണാദുരൈ വരുന്നു. അതായത് കോൺഗ്രസ് ഭരണം അവസാനിക്കുന്നു. അതിനുശേഷം DMK ഭരണത്തിലേക്ക് ഈ സർക്കാർ, ഈ തമിഴ്നാട് മാറുന്നു. 60 കൊല്ലം മുമ്പ് 67 അതിനുശേഷം 77 മാർച്ച് 10 തോന്നുന്നു അത് MGR വീണ്ടും അധികാരത്തിൽ വരുന്നു. AIDMK ഭരണത്തിലേക്ക് മാറുന്നു. പിന്നെ ഇന്നോളം DMK AIDMK സർക്കാരുകൾ മാത്രം മാറി മാറി ഭരിച്ച ഈ സംസ്ഥാനത്ത് 60 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ദ്രാവിഡ ഭരണത്തിലേക്ക് മാറി ഇതാ ഒരു ദ്രാവിഡേതര കക്ഷി. ദ്രാവിഡ കക്ഷികളുടെ സ്വഭാവങ്ങളൊക്കെ അവർ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി തമിഴ്നാടിൻ്റെ റെജീം തന്നെ മാറി മറിയുകയാണ് ഇന്ന് മുതൽ. അങ്ങനെ ചരിത്രത്തിൽ എക്കാലവും രേഖപ്പെടുത്തുന്ന ഒരു ദിവസമായി തമിഴ്നാടിനെ സംബന്ധിച്ച് ഈ ദിവസം മാറും. 10 മണിക്ക് ജോസഫ് വിജയ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖരൊക്കെ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ തന്നെ അവിടേക്ക് പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഒറ്റ രാത്രിയാണ് ഒരുക്കങ്ങൾക്ക് കിട്ടിയതെങ്കിലും ഈ ചെന്നൈ നഗരത്തിൻ്റെ 20ഓളം ഭാഗങ്ങളിൽ വലിയ LED സ്ക്രീനുകളൊക്കെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഇത് കാണാൻ വേണ്ടി. തമിഴ്നാടിൻ്റെ 34 ജില്ലകളിൽ നിന്നും ബസ്സുകളിൽ TVK പ്രവർത്തകരൊക്കെ ഇവിടേക്ക് പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. അല്പസമയം കൂടി കഴിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ ഈ നഗരം ജനസാഗരമായി മാറും. ആവേശം അണപൊട്ടും. വിജയുടെ സത്യപ്രതിജ്ഞയിലേക്കുള്ള ഒരു നാൾ വഴി നമുക്കറിയാം. കഴിഞ്ഞ 4-5 ദിവസമായി നമ്മൾ ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പും നമ്മൾ ഈ വാർത്തകൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വിജയ് എങ്ങനെയാണ് വന്നത്? കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടി തമിഴ്നാട് വെട്രിക്കഴകം DMKയും AIDMKയും ഒക്കെ വെട്ടിക്കൊണ്ട് 108 സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നു. അത് 118ആയി മാറാനെടുത്ത ദിവസങ്ങൾ വലിയൊരു ചരിത്രം പുറന്നിരിക്കുന്നു.